കോൺസ്റ്റൻ്റ്ലി ബെഗ് ചെയ്ത് മാറ്റേണ്ട ഒന്നല്ല നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു യുദ്ധഭൂമിയുമല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബെഗ് ചെയ്യണം, പ്ലീസ് ചേഞ്ച്, അല്ലെങ്കിൽ നാളെ ഇയാൾ മാറിക്കോളും, ഇന്നും ഓക്കെ അല്ല പക്ഷെ നാളെ ശരിയാകും എന്നൊക്കെ ഒരു ഫോൾസ് ഹോപ്പ് വെച്ചിട്ട് എന്നത്തെങ്കിലും ചേഞ്ച് ആകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എ ഹെൽത്തി റിലേഷൻഷിപ്പ് സപ്പോസ് ടു ബി അവർ സേഫ് സ്പേസ്. അവിടെ നമ്മൾ സ്നേഹം ഇങ്ങനെ അധ്വാനിച്ച് ഏൺ ചെയ്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഡെയിലി ബെയർ മിനിമം കിട്ടേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ കാത്തിരിക്കേണ്ടതുപോലെ ഉള്ള അവസ്ഥയും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹവും റെസ്പെക്റ്റും കെയറും ഒക്കെ നമ്മൾക്ക് കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടണം. പക്ഷെ അത് കിട്ടാതെ വരുമ്പോഴും നമ്മൾ ഒരുപാട് കൊടുത്തും അല്ലെങ്കിൽ നാളെ ചേഞ്ച് ആകും എന്ന് കരുതി നമ്മൾ വിചാരിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്കുള്ളതൊരു ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാവും നമ്മുടെ ഒരു നെർവസ് സിസ്റ്റം സേഫായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇദ്ദേഹം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ലോങ് റണ്ണിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2020 നടത്തിയൊരു പഠനത്തിൽ ഇമോഷണൽ ഇൻവാലിഡേഷൻ ഓവർ ടൈം ക്യാൻ ലീഡ്സ് ടു ക്രോണിക് സ്ട്രെസ്, ലോ ഓഫ് സെൽഫ് വർത്ത് ആൻഡ് ഇമോഷണൽ നംനെസ്. നമ്മളിങ്ങനെ ഒരുപാട് കൊടുത്ത് ഓവർ ഗീവ് ചെയ്ത് നമ്മൾ പേടിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം മാറും എന്ന് പറഞ്ഞ് നിൽക്കുന്നത് സ്നേഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇതൊരു ലോയൽറ്റി ആണ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു വൺ സൈഡ് സ്ട്രഗിൾ മാത്രമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങും ഇതെന്താണ് എന്നുള്ളത്. സ്നേഹം എന്ന് പറയുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു രണ്ടുപേരും തമ്മിലൊരു മ്യൂച്വൽ കണക്ഷൻ, രണ്ടുപേർക്കും തോന്നുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനും വളരാനുമായിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം. യു ഡിസേർവ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഫീൽസ് ലൈക്ക് എ ഹോം.